ഹലോ ഗായ്സ്, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അതിന് മുമ്പ് വെൽക്കം ടു ദേവൂസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ലൈഫ് വ്ലോഗ്സ്. I look at you and it's easy to see you are that someone I've been trying to meet. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം ഞാൻ കത്രികയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് തുറക്കാനായിട്ട് പ്രോഡക്റ്റ് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ തമ്മിലിൽ കണ്ട ആ ഒരു സാധനമാണ്. അതിന് എന്താ പറയുക, മിനി ഷെൽഫ് എന്നോ കമ്പാർട്ട്മെൻ്റ് എന്നോ റാക്കെന്നോ ഒക്കെ പറയാം. എന്തായാലും നമ്മുടെ സാധനമൊക്കെ അറേഞ്ച് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അതിൽ കൂടുതലൊന്നും അറിയണ്ടല്ലോ. അപ്പം എന്താണ്, പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല ഗൈസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് കാർട്ട് ചെയ്തിട്ടിരുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ക്വാളിറ്റിയൊക്കെ ഓക്കെ ആയിരിക്കും, ഈ സാധനം തന്നെ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്ന ടൈമിൽ എബോവ് 600, 599, 545 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർഡർ ആക്കിയില്ല, കാർട്ടിൽ തന്നെ ഇട്ടിരുന്നു. റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചി ഇത് ഓർഡറാക്കി ഓക്കെ ആണെന്ന് പറഞ്ഞു. സോ ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പം ഒരു ദിവസം ഇതിന് നല്ല ഓഫർ കുറവുണ്ടായിരുന്നു. 439 രൂപയ്ക്കാണ് ഗൈസ് ഞാനിത് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സാധനം കയ്യിൽ കിട്ടുന്നവരെ. ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര അങ്ങ് അടിപൊളി ക്വാളിറ്റി ഒന്നുമല്ല ഗൈസ്, ഒരു ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, എബോവ് ആവറേജ് ആണ് കേട്ടോ. ഓക്കെ ആയിട്ടുള്ള ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ആ ഒരു റേഞ്ചിനൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടില്ല. നിങ്ങളുടെ അവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ലോക്കൽ സ്റ്റോഴ്സിലൊന്നും ഇത് ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനകത്ത് 5 കമ്പാർട്ട്മെൻ്റ് ഉള്ളൊരു സാധനമാണ് ഞാൻ ഓർഡർ ആക്കിയത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ അടപ്പ് പോലെ വരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഫിക്സ് ചെയ്യാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കുറേ നേരം ഇരുന്നിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്തത്. കാര്യം കറക്റ്റ് ആ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഇരിക്കില്ല കേട്ടോ. കാര്യം ഒത്തിരി 2-3 വട്ടമൊക്കെ ഞാൻ അഴിച്ച് പണിഞ്ഞ് ഒക്കെയാണ് കറക്റ്റായിട്ട് ഫിക്സ് ആക്കിയത്. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പം ആ ഒരു ഫ്രണ്ട് വരുന്ന ആ ഒരു പോർഷനിൽ, ആ സ്ലൈഡിങ് പോർഷൻ ഫ്രണ്ടിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാസ്ക്കറ്റ് അതിനകത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റിട്ടേൺ ചെയ്യണമെന്ന്. ഞാൻ വിചാരിച്ചു റിട്ടേൺ ചെയ്യണമെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ സ്ലൈഡിങ് പോലെ തെന്നി നിൽക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ടിൽ വെച്ചാലേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ അമ്മ എനിക്ക് കഴിക്കാൻ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ബാക്കി സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു തെന്നി നീങ്ങുന്ന ഈ ഒരു പോർഷൻ ഫ്രണ്ടിൽ വരണം, എന്നാലേ നമ്മുടെ ബാസ്ക്കറ്റ് അതിനകത്തേക്ക് നിരക്കി അങ്ങോട്ട് കയറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ 5 കമ്പാർട്ട്മെൻറ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും ഈ ഒരു പ്രോഡക്റ്റ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വാങ്ങി നോക്കുക കേട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, സീ യു.